Hello, Jason. As a first-time voter in 2024, what do you think about the elections coming up? Elections coming up, I have no idea about it. Like, Hide miss. I have idea about it, What changes would you like to be brought in the government? About the elections, what do you think? ഇതെൻ്റെ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പം ഞാൻ എൻ്റെ കഴിയുന്ന രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ Okay, what do you think about the current state of democracy in India? As a first-time voter, 2024 ഫസ്റ്റ്-ടൈം വോട്ടറായിട്ട് വോട്ട് ചെയ്യാൻ താല്പര്യം. യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വോട്ടിംഗ്. Why you not interested? I hate what? What do you hate? അങ്ങനെ ചോദിക്കുന്നത് അല്ല, എന്താണ് ഇഷ്ടമില്ലാത്തത്? അവനോട് ചോദിക്കും എന്താ ഇഷ്ടമില്ലാത്തത്? എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചോദ്യം മാത്രം. ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം ടു മേക്ക് ഇന്ത്യ ബെറ്റർ? ഇന്ത്യയിൽ എന്ത് ചേഞ്ചസ് വരുത്തണമെന്ന് അറിയില്ല. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, ഈ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി നല്ല പണിയാണ് ചെയ്യുന്നത്, നല്ല ജോലിയാണ് ചെയ്യുന്നത്. ആര് വന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഏത് പാർട്ടി വന്നാലും എനി പാർട്ടി ഡസ് സെയിം തിങ്. ഏത് പാർട്ടി വന്നാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകില്ല. അപ്പം എന്ത് ചേഞ്ചസ് വരുത്തിയാലോ നമുക്ക് പാർട്ടികളെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, 2024 ഇലക്ഷൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2024 ഇലക്ഷൻസ് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം എക്സ്പെക്ടിങ് കന്നി വോട്ട്. ഓക്കെ, കഞ്ഞി വോട്ട്. ഫസ്റ്റ് വോട്ടിന് പറയണം കന്നി വോട്ട്. അത് എക്സ്പെക്ട് ചെയ്ത് പിന്നെ ലൈക്ക് ഭരണം മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. BJP മാറണം, കോൺഗ്രസ് വരണം. അത് ചിഹ്ന മാറുന്നില്ല എന്ന് കുറവാ, പക്ഷെ ഒരു ചേഞ്ച് വരണം. 10 കൊല്ലമായില്ലേ. പിന്നെ Why the change? അത് BJP ഭയങ്കരമായിട്ട് റിലീജിയൻ കൊണ്ടുവരുന്ന പോലെ ഉണ്ട് പൊളിറ്റിക്സ്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഐ എക്സ്പെക്ട് കോൺഗ്രസ് നോട്ട് ടു ഡു സോ. പക്ഷേ എനിക്ക് അവരും അത് ചെയ്യുമായിരിക്കും. ഇത്രയും ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് വരണമെന്നാണ്. വാട്ട് ചേഞ്ചസ് വുഡ് യു ലൈക്ക് ടു സീ ഇൻ ഇന്ത്യ? രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവണം. ഓക്കെ, എന്നിട്ട് ഒന്നും ചെയ്യൂല്ലേ, പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും. ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് അത്യാവശ്യത്തിൽ അധികം കടണ്ട്, നല്ല കടണ്ട്. അപ്പോൾ ആ കടമൊക്കെ ഒന്ന് കുറക്കാൻ നോക്കാം. വേറെ ഒന്നും എക്സ്പെക്ട് ഇല്ല. ആ കടയെങ്കിലും കുറക്കണം. പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ആ കട കുറച്ചാൽ മതി. അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ബിടെക് കഴിയും. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇലക്ഷൻസ് 2024 വരാൻ പോകും. എന്താണ് ഇലക്ഷൻ്റെ അഭിപ്രായം? ഒരഭിപ്രായമില്ല. ഇന്ത്യ ആസ് എ കൺട്രീനെ കുറിച്ച് എന്താ അഭിപ്രായം? അപർണ, ഇലക്ഷൻസ് ആർ കമ്മിങ്, എന്താണ് അഭിപ്രായം? എന്താ നല്ല അഭിപ്രായം? കഞ്ഞിക്കോട്ട ഫസ്റ്റ് വോട്ട്. സോ ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം? എന്ത് ചേഞ്ചസ് വരുത്താം ഞാൻ ചോദിക്കുക. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ? നത്തിങ്. സോ ഇന്ത്യ ഈസ് പെർഫെക്റ്റ്, നോട്ട് പെർഫെക്റ്റ്. വാട്ട് ആർ യുവർ ഒപ്പീനിയൻസ്? നത്തിങ്. വിശേഷ്, ആസ് എ ഫസ്റ്റ് ടൈം വോട്ടർ ഇൻ 2024 ഇലക്ഷൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ വോട്ട് ചെയ്യുന്നില്ല. ഞാൻ നോട്ടൊക്കെ നോട്ട് ചെയ്യുന്നു. നോട്ടാ? ബട്ട് വൈ? എനിക്ക് ഒരു പാർട്ടിനെ ഇഷ്ടമല്ല. ഓക്കെ, ആരും വന്നിട്ടും കാര്യമില്ല. എല്ലാവരും കള്ളന്മാരാണ്. സോ നിന്റെ വോട്ട് നീ കൊടുക്കുന്നില്ലെന്ന് വെച്ചിട്ട് ഒരു പാർട്ടി വരാതിരിക്കുമല്ലോ. ആവശ്യമില്ല, പക്ഷെ എനിക്ക് എൻ്റെ പ്രതിഷേധം അങ്ങനെ അറിയിക്കാൻ പറ്റുമോ? സോ യു ആർ ടെല്ലിങ്, so you are saying कि majority supports BJP, you don't mind. So do you think the ruling party is doing a good job? I don't think so. So what are they doing wrong? എല്ലാം റോങ്ങാണ്. എല്ലാം wrong. Name 3 things which are wrong. മറ്റേ അയോധ്യ what? ആ കേസ്. What case? എത്ര പൈസ ടെമ്പിളിന് കൊണ്ട് ഇറക്കിയേക്കണം? Ram temple. So you are issue with Ram temple, okay. പിന്നെ എതിർ പ്രതിമയില്ലേ ഗിരീശ്വര
സർദാർ വല്ലഭായ് പട്ടേൽ. അതിന് കുറെ പൈസ കാര്യമുണ്ട്. വേറെ പറഞ്ഞ രാമന്റെ വലിയൊരു പ്രതിമയാണ്. അത്ര പൈസ പോയില്ല. ആ പൈസ നമുക്ക് പാവങ്ങൾക്ക് ചോദിച്ചു കൂടെ? So saying the funds can be used for better. Okay. Okay. Do you think India is going towards a dictatorship? ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ഇന്ത്യ മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ ഇലക്ഷനിൽ ജയിച്ചാൽ ഇനിയൊരു വോട്ടിംഗ് ഉണ്ടാവും തോന്നുന്നില്ല. ബാലൻസ് സിസ്റ്റം മാറും. ഞങ്ങൾ ജയിച്ചു. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു രാജാവ്, അങ്ങനെ ആവില്ല. മീഡിയ മൊത്തം അവരുടെ കയ്യിലാണ്. അങ്ങനെ ആവില്ല. നമ്മുടെ നാട്ടുകാർ പ്രതികരിക്കും. നാട്ടുകാർ പ്രതിക്കും. ലഡാക്കിൽ എന്താ നടക്കുന്നത് അറിയുന്നില്ലല്ലോ. എന്നാ അതെന്താ അറിയത്തില്ല. അത് കേരളം ഡിഫറെന്റ് അല്ലേ? കേരളത്തിലെ LDF ഭരിക്കുന്ന നേരം നമ്മൾ എതിർക്കും. കേരളത്തിലെ LDFന് അഗേൻസ്റ്റ് ആണ് ഈ വർഷം എല്ലാവരും. അല്ലല്ല, അതെ, കേരളത്തില് നോക്കിക്കോ LDF ഭയങ്കര ഈ വർഷം സെൻട്രൽ കേരളത്തിന് ഫണ്ട് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. വൈ ഡു യു തിങ്ക് സോ? ദ ഫണ്ട്സ് ഹാവ് ബീൻ നോട്ട് പാസ്. നമ്മുടെ കേരളത്തിൽ LDF ജയിക്കുള്ളൂ. കാരണം ഫണ്ട് എന്താണ് പാസ് ചെയ്യാത്ത സെൻട്രൽ? കേരളത്തിലെ LDF മാത്രമാണ് BJPനെ ഇവിടെ നന്നായിട്ട് ഇതാക്കണം. അവർ കൊടുക്കേണ്ടതില്ല. പാർട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ആകുമോ ഇല്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ നടക്കില്ല. കേരളം സമ്മതിക്കില്ല. ഇന്ത്യയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അല്ല, കേരളം സമ്മതിക്കില്ല. ഇന്ത്യയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അതെനിക്കറിയില്ല. ഇന്ത്യ മൊത്തം വാങ്ങി കേരളം ആവും. നമ്മൾ പ്രതിഷേധിക്കുന്നില്ല. നമ്മള് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. എല്ലാ സംസ്ഥാനങ്ങളും ഇതാക്കണ്ടേ? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലഡാക്ക്, മണിപ്പൂർ എന്തൊക്കെ കേസ് എന്തൊക്കെ കേട്ടായിരുന്നു? എന്തോ ഛത്തീസ്ഗഡ്. വൈ? അറിയില്ല. So if tomorrow they come and take your land, the rest of the India won't come to know because the media is with them. So media is not with the BJP. You're telling the media is not with the BJP. The media is free. മൊത്തം ഫ്രീ ആണെന്നാണ് പറയുന്നത്. കേരളത്തിൽ നടക്കില്ല. So you're telling the mass. So what do you നല്ല രീതിയിലൂടെ കേരള മീഡിയ. what do you think about 2024 elections? ഇനിയിപ്പോൾ BJP റൂളിന് വന്നോ നമുക്ക് മെല്ലെ ഇന്ത്യനോ ടാറ്റ ബൈബ് പറയുന്നതാണ് ബെറ്റർ ഐഡിയ. എന്തായാലും പണി പാടും. Okay, 1 second. 4 elections വരാൻ പോകും. What do you think? BJP കയറിയ പണി പാടി വീണ്ടും. കാരണം ഡെമോക്രസി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ. So you're saying that democracy is being threatened by the BJP, the ruling party? Okay. ഇലക്ഷൻ്റെ കേസിൽ നോക്കോ, മെഷീൻസ് EVMs are being hindered upon. Okay. പിന്നെ ഒന്നുമില്ല. എൻ്റെ അവിടുത്തെ സംഭവം തന്നെ ഞാൻ പറയാം. എൻ്റെ അവിടെ ഇലക്ഷന് വേറെ ഏത് പാർട്ടി കുത്തിയത് BJPക്കാണ് So പോയിരിക്കുന്നത്. you're saying the EVM machines are rigged? Yeah. Any party you vote, it will go to the BJP? Yeah, maybe. Mostly, not mostly, some of them. So in your constituency, it happened? Yeah. Okay. Sorry for that. Yeah. അത് എൻ്റെ ഇവിടെ മാത്രമല്ല, ന്യൂസിലുണ്ടായിരുന്നു, പല സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. Okay. So what do you think? What changes can be brought to tackle this unfair elections? അതിനിപ്പോൾ ചെയ്യാവുന്നത് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് റിസ്ക്കാണ്. ഒന്നാണെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി അങ്ങനെ ഗവൺമെൻറ്റായിട്ട് അതില്ലാതാക്കി. ലൈക്ക് ഈ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അത് പാർട്ടികൾ ഇല്ലയെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഗവൺമെൻറ് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. Election department. Yeah, it is controlled by the government, as we all know. അതൊന്നൊന്ന് മാറ്റി. How do we do that? അതിൻ്റെ കേസ് നമുക്ക് ബേസിക് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യണം. So do you think India is a lost cause? We can't do anything about to save the Indian democracy. It's not a lost cause. It's just really hard. Do you think 2024 elections are the last step towards India turning into a dictatorship? I just hope it won't be. I just hope so. But it is showing all the signs of dictatorship. What do you think? What changes can be brought so that the government doesn't use the powers of the ED and the CBI? മുഖ്യമന്ത്രി രാജിവെക്കണം. Prime Minister should resign. Yeah. But what about Amit Shah? What about Yogi Adityanath? അത് കാര്യമില്ല. എല്ലാവരും പവർഫുൾ. പിന്നെ ഇപ്പോൾ ചെയ്യാവുന്നത് Do you ഇലക്ഷൻ വേറെ കൺട്രികൾക്ക് കൊടുക്കുക. ലൈക്ക് അവർ വന്നിട്ട് ഇലക്ഷൻ നടത്തുക. outsourcing elections? Okay, that's a fine idea. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. But it again depends, the country, whichever the country is. വേറെ വഴി ഞാൻ കാണുന്നില്ല. നമ്മുടെ ഗവൺമെൻറ്റിന് നമുക്ക് പണി.